ഹലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറി നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ജയ്പൂർ പോയിട്ടുണ്ടായിരുന്നു. 2025 ജനുവരിയിലാണ് പോയത്. നല്ല തണുപ്പായിരുന്നു ഡൽഹി ടു ജയ്പൂരാണ് പോയത്. ഡൽഹിയിൽ കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ജയ്പൂർ തീരുമാനത്തിലെത്തിയത്. പിന്നെ വാവയുടെ കൂടിയുള്ള എൻ്റെ ആദ്യത്തെ ഒരു വേറെ നാട്ടിലേക്കുള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വാവയ്ക്ക് 5 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പിന്നെ വന്ദേ ഭാരതിലാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, നാളെ വൈകുന്നേരം പോയി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കര ഹറിബറി ആയിരുന്നു. വന്ദേ ഭാരതിൻ്റെ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയ കഥയൊന്നും എന്നോട് ചോദിക്കാൻ പോലും പാടില്ല. അത്രയും ഞങ്ങൾ ടെൻഷൻ അടിച്ചു. ഞങ്ങൾ എത്തി, ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും തന്നെ ഡോർ അടച്ചു. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓടിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കയറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ജയ്പൂരിലെത്തി. 4 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ, ഡൽഹി ടു ജയ്പൂർ വന്ദേ ഭാരതിൽ. അങ്ങനെ അവിടെ എത്തി. അന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നല്ലൊരു പൂരിയും അതുപോലൊരു കുറുമക്കറിയും കഴിച്ചു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വേറെ വൈബിലെത്തിയെന്ന്. കാര്യം എന്ന് വെച്ചാൽ ഇത്ര നല്ലൊരു പൂരിയും ബാജിയും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അത്ര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒറ്റ ദിവസത്തെ ട്രാവലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലുള്ളവരോട് ചോദിച്ചു എങ്ങനെയാണ്, കാറാണോ ഓട്ടോയാണോ പിടിക്കുന്നത്. അവർ ഓട്ടോ സജസ്റ്റ് ചെയ്തു. ഓട്ടോ മതി, ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, ഓട്ടോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് രാജസ്ഥാനിൽ ചൂടായിരുന്നു. ചൂട് മീൻസ് തണുപ്പില്ല ചൂടില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അതിനകത്ത് ഒരു ബിസിനസ്സാണ് ഈ പ്രാവുകൾ. ഞങ്ങളൊന്നും അനക്കിയിട്ടൊന്നും ഈ പ്രാവുകളൊന്നും അനങ്ങുന്നില്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, പിടിച്ചോ ഷോട്ടെന്നും പറഞ്ഞതാ നടന്നു വരുന്നതാണ് കേട്ടോ. അരേ വാ വാ എന്ന് ഞാൻ അന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അത് ബിസിനസ്സാന്ന് പറയാൻ കാരണം എന്താ പറയുക, ഇങ്ങനെ പ്രാവുകൾ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ പ്രാവുകൾ നിൽക്കുന്നുണ്ടേ. ജയ്പൂരിൽ പൊതുവെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട്. പ്രാവുകൾ മീൻസ് എനിക്കൊന്ന് ഈ പഴയ കൊട്ടാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നേ. അപ്പോഴത്തേക്ക് ഈ പ്രാവുകൾ നിൽക്കുന്നിടത്തൊക്കെ ഒരു 5-8 അമ്മച്ചിമാരിങ്ങനെ ഇതിന് തീറ്റകൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ. അപ്പോൾ ഈ ചെറുപയർ, കുഞ്ഞു കോൺസൊക്കെ. അപ്പോൾ അതിന് ചെറിയ പൈസ 10 രൂപ 20 രൂപ, നമുക്ക് നഷ്ടമില്ല, അവർക്ക് നല്ല ലാഭമാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബിർള മന്ദിറിലാണ്. ഇതാണ് ബിർള മന്ദിർ കേട്ടോ. ഇതൊക്കെ മാർബിൾ, വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ മനോഹരം എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണേ. അത് കഴിഞ്ഞ് അതിനകത്തൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു സുന്ദരി നടന്നു വരുന്നുണ്ടോ. ഓ എനിക്ക് വയ്യ. ഇത് വേറൊരു അവിടുത്തെ ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ രാജസ്ഥാനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ 150 റുപ്യേ ഉള്ളൂ ഈ ഡ്രസ്സ് അവർ നമുക്ക് വേറെ ഇത് തരും. അവരുടെ ഓർണമെൻറ്റ്സും എല്ലാം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ 150 റുപ്യക്ക് ഫോട്ടോയും കിട്ടും. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും സിസ്റ്ററാണിത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും വന്നതല്ലേ, ഇതൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും പോയാൽ പറ്റുമോ എന്ന് ഓർത്തിട്ട് വേഗം ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ട്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, തലയിൽ സ്കാർഫൊക്കെ ഇട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ അവർ നമ്മുടെ ഫോണിലൊന്നും ഫോട്ടോ എടുക്കാൻ വിടില്ല കേട്ടോ. അവരുടെ ഫോൺ ക്യാമറയിൽ മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറയും. അതൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇതാണ് പിങ്ക് സിറ്റി. ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജയ്പൂർ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പിങ്ക് സിറ്റി എന്താണെന്ന് അറിയാൻ, ഒന്ന് കാണണം എന്നുള്ളത്. ഈ പിങ്ക് സിറ്റിയിൽ ഈ സ്ഥലത്ത് മുഴുവനും ഈ കളറാണ് ബിൽഡിങ്ങിനെല്ലാം. ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർ അവരുടെ അനുയായികൾക്ക് പണിത് കൊടുത്ത ബിൽഡിങ്ങാണിത്. ആ പ്രദേശം മുഴുവനും ഈ കളറുകൾ. ഇത് ശരിക്കും പിങ്ക് ഒന്നുമല്ല, ഒരു ബ്രൗണിഷ് കളറാണ്. ഈ പണ്ട് ചെയ്ത അതേ ഇതിലാണ് ഇപ്പോഴും ഉള്ളത്. അതിനകത്ത് പെയിൻ്റ് അടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും പെയിൻ്റ് അടിച്ചുകൂടാ. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ യാത്ര ചെയ്തു. ഇതൊക്കെ ഒരു സുന്ദരി കുട്ടി നടന്നു പോകുന്നത് കണ്ടോ. ആന ഇത് വേറൊരു ബിസിനസ്സാണ്. കാര്യം എന്താ പറയുക, ഇവിടെ ആനയുടെ റൈഡിന് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓട്ടോ ഡ്രൈവർ ഞങ്ങളോട്. ആനയുടെ മുകളിൽ ആനയുടെ റൈഡ്. പക്ഷേ ഒരാൾക്ക് എത്ര രൂപയെന്ന് പറയുക, 2000 രൂപയാണ്. അതോടെ ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ആനയുണ്ട്, വേണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി. ഞാനും ഹസ്ബൻഡും ഭാവിയാണ് കയറിയത്. ഞാൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ കയറാം, എന്നിട്ട് എൻ്റെ അനിയത്തെ അടുത്തിൽ കയറാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിൽ കയറിയോടെ എൻ്റെ അമ്മേ ഞാൻ ഇത്ര പേടിച്ചൊരു സമയമുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ.
ഇവിടെ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജയ്പൂർ സിറ്റി മുഴുവനും കാണാൻ പറ്റും. നമ്മൾ ഏകദേശം സ്റ്റെപ്സ് അല്ലാതെ ഇങ്ങനത്തെ സാധനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തെന്നി വീഴുന്ന പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കയറിയിട്ട് എത്തുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളങ്ങ് മടുത്ത് പോയി. ഇങ്ങനെ ഇറങ്ങി പോയാലോ, ഇങ്ങനെ ക്ലോക്ക് ടവർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ അതേ കാറ്റും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറി ആയിരുന്നു കേട്ടോ. 360 ഡിഗ്രിയിൽ നമുക്ക് ആ സ്ഥലങ്ങൾ കാണാമായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. നമ്മൾ കുറേ നേരം സ്ഥലമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാതെ, കൊച്ചു വരെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്ഥലം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവിടുന്ന് പയ്യെ ഇറങ്ങിയിട്ട് നോക്കിക്കേ, ഇതുപോലത്തെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി ബിൽഡിങ്സ് എന്ന് വെച്ചാൽ ഒത്തിരി ബിൽഡിങ്, ഒരുപാട് മ്യൂസിയംസ്, ഒരുപാട് എന്താ പറയുക കൊട്ടാരങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ട്രഡീഷണൽ പണ്ടത്തെ രാജാക്കന്മാരെ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പല മ്യൂസിയംസും ഇപ്പോഴും ഉള്ളത്. ഒത്തിരി ഉണ്ട്, ഒത്തിരി എന്ന് വെച്ചിട്ട് ഒത്തിരി. അപ്പം നമ്മൾ ഏകദേശം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പക്ഷെ അതൊന്നും ഞങ്ങൾ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പ്ലസ് പുറത്ത് കാണുമ്പം ഈ സംഭവമാണ്, ഇതുപോലെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. പക്ഷെ നമ്മൾ നേരിട്ട് അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് ഇതിനാണ്. നമ്മൾ ചെറിഷ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് ഇതിനാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ചായ കുടിച്ച് ഞാനിങ്ങനെ ഇരുന്നു. ചായയുടെ ഈ ഒരു ചായക്ക് 40 രൂപയാണ് വില കേട്ടോ. 40 രൂപ പ്ലസ് ഈ പാവകളി ഉണ്ടോ അത് കാണാൻ വേണ്ടി 100 രൂപയും മേടിച്ചു. എനിക്ക് വയ്യ, എന്നാലും അതൊക്കെ കണ്ടു. പിന്നെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോയി കേട്ടോ. ഞങ്ങൾ അധികമൊന്നും ഷോപ്പിംഗ് വേണ്ട, ചെറിയ ഷോപ്പിംഗ് മതി എന്ന് പോയിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രയും സാധനം. ശരിക്കും ഷോപ്പിംഗ് ഒക്കെ ഹരമായിട്ടുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സസിനൊന്നും ചീപ്പ് റേറ്റ്, എത്ര നല്ല സാധനങ്ങൾക്ക് ചീപ്പ് റേറ്റാണ് കേട്ടോ. ഡ്രസ്സസ്, ഓർണമെൻറ്റ്സ്, ബാഗ്, ചപ്പൽസ് ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് മുന്നേ ഇങ്ങനെ നടന്നു പോകണമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നിന്നു. പിറ്റേ ദിവസം രാവിലെ എളുപ്പിനായിരുന്നു ട്രെയിന്. ഡബിൾ ഡെക്കർ ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ട് പോകുമായിരുന്നു കേട്ടോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡബിൾ ഡെക്കറിൽ കയറി. ആദ്യമായിട്ടാണ് ഞാൻ ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറുന്നത്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിലെന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഈ ടിക്കറ്റ് എടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ ദൈവം, എനിക്ക് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അപ്പർ ബർത്ത് കിട്ടിയില്ല, താഴെയാണ് കിട്ടിയത്. പിന്നെ ഞാനൊരു സന്തോഷത്തിന് കുറച്ച് നേരം മുകളിലൊക്കെ പോയി ഇരുന്ന് സ്ഥലമൊക്കെ കണ്ടു. വേറൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഇച്ചിരി കൂടെ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കര രസമാണ് കേട്ടോ. അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാൻ പോയി ഇരുന്ന് കണ്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ വീണ്ടും കാണാം. ഇനി എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലുള്ള നല്ല മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിങ്ങനെ പിൻ പോയിൻറ്റ് ചെയ്ത് ഇന്ന സ്ഥലത്താണ് പോയത് അങ്ങനെയൊന്നും പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്നേരം അവിടെ പോകുമ്പം ഇതല്ലേ നമ്മുടെ ആ പെർസ്പെക്റ്റീവിലേ ആ സ്ഥലത്തിനെ കാണുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല ആർക്കും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് അങ്ങനെ പറയാത്തത്. ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് ജയ്പൂർ. പറ്റുമെങ്കിൽ പോവുക. പിന്നെ ക്ലൈമറ്റ് നോക്കിയിട്ട് പോകണം. ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നതിന് കുറച്ചും കൂടെ നല്ലത്. അപ്പം വീണ്ടും കാണാം വേറൊരു നല്ല സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.